പാലക്കാട് പുതിയ കമ്മിറ്റിയെ സമ്മേളനം CPIM പുതിയ കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്നു. EN സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയായി തുടരും എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി എത്തുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ 8 പുതുമുഖങ്ങളാണ് ഉള്ളത്. ഭവദാസ്, R ജയദേവ്, N സരിത, CP T കണ്ണൻ, T ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പുതിയതായി കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവർ. 8 പുതിയ പുതുമുഖങ്ങളെയാണ് ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. പാലക്കാട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ നിർണായകമായ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന നടപടിയാണ് പൂർത്തിയായിരിക്കുന്നത്. EN സുരേഷ് ബാബു CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തുടരും. അതടക്കം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ എന്നത് 8 പുതുമുഖങ്ങളെ കൂടി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമായി സച്ചിൻ, ഞങ്ങളുടെ പ്രതിനിധി, ചേരും അല്പസമയത്തിനുള്ളിൽ. ഇന്ന് വൈകിട്ട് പൊതുസമ്മേളനത്തോടുകൂടി ആണ് സമ്മേളനത്തിന് സമാപ്തിയാവുക. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് ഇന്നത്തെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ സുരേഷ് ബാബുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട്, ഞങ്ങളുടെ പ്രതിനിധി, ചേരുന്നു. സച്ചിൻ, പാലക്കാട് ജില്ലാ സമ്മേളനത്തിൻ്റെ നിർണായകമായ ഘട്ടം, EN സുരേഷ് ബാബു തുടരും, എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, CPIMന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ നടപടികൾ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 3 ദിവസമായി ചിറ്റൂരിൽ നടന്ന സമ്മേളന CPIMന്റെ ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണയാണ് EN സുരേഷ് ബാബു ആദ്യമായി ജില്ലാ സെക്രട്ടറി ആവുന്നത്. ഇത്തവണ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി 2ാം തവണയും EN സുരേഷ് ബാബുവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ 8 പുതുമുഖങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. DYFIയുടെ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ N സരിത ഉൾപ്പെടെ T ഗോപാലകൃഷ്ണൻ, T കണ്ണൻ, C ഭവദാസ്, KB സുഭാഷ്, TK അച്യുതൻ, CP പ്രമോദ് തുടങ്ങി 8 പുതുമുഖങ്ങളാണ് ഇത്തവണ ജില്ലാ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 44 അംഗ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇവിടെ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് നടത്തും. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചിറ്റൂരിലായിരുന്നു പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നത്. ചിറ്റൂരിൽ CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായാണ് CPIMന്റെ ജില്ലാ സമ്മേളനം ചിറ്റൂരിൽ എത്തിയത്. വളരെ വലിയൊരു ആവേശത്തിൽ തന്നെയായിരുന്നു ചിറ്റൂരിലെ മുഴുവൻ ജനതയും സമ്മേളനത്തെ വരവേറ്റത്. ഇന്ന് വൈകിട്ടോടുകൂടെ നടക്കുന്ന പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. അതിനു മുന്നോടിയായിട്ട് 14,000-ത്തിലധികം റെഡ് വോളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ച് പാസ്റ്റും ഉണ്ടായിരിക്കും. EN സുരേഷ് ബാബു കഴിഞ്ഞ തവണയാണ് ആദ്യമായി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. SFIയുടെയും അതുപോലെ തന്നെ DYFIയുടെയും പ്രവർത്തകനായാണ് EN സുരേഷ് ബാബു പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഞാൻ സച്ചിൻ വള്ളിക്കാടിലേക്ക് തിരിച്ചെത്താം.